ഹായ് മക്കളെ, സൈലന്റ് സൂപ്പർ കിങ്സ് ബാച്ച് ആൾറെഡി ഒരു സൂപ്പർ കിങ്സ് ബാച്ച് റൺ ചെയ്യുന്ന കാര്യം എല്ലാവർക്കും അറിയാം. സൂപ്പർ കിങ്സ് 2.0 ഈ റീസെൻ്റ് ആയി നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ആക്ച്വലി സൂപ്പർ കിങ്സ് ബാച്ച് എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. എന്നാലും ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. +2 ബോർഡ് എക്സാമിനൊപ്പം നിങ്ങളെ നീറ്റ് ജെഇ പോലുള്ള ആൾ ഇന്ത്യ കോമ്പറ്റേറ്റീവ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്ന സ്ഥലത്തിന്റെ എക്സ്ക്ലൂസീവ് ഓൺലൈൻ പ്രോഗ്രാമാണ്, ഓൺലൈൻ ബാച്ചാണ് സൂപ്പർ കിങ്സ് ബാച്ച്. അതായത് 2026 നിങ്ങൾ +2 ബോർഡ് എക്സാം എഴുതുന്ന അതേ വർഷം തന്നെ നീറ്റും ജെയും ക്രാക്ക് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന, എന്നിട്ട് ഇന്ത്യയിലെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒരു ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ ആവുക എന്നുള്ള നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സഹായിക്കുന്ന എക്സ്ക്ലൂസീവ് ബാച്ചാണ് സൂപ്പർ കിങ്സ് ബാച്ച്. ആക്ച്വലി എന്താണ് സൂപ്പർ കിങ്സ് ബാച്ചിൽ നിങ്ങൾക്ക് നമ്മൾ സൈലം പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഏത് രീതിയിലായിരിക്കും നമ്മുടെ പ്രിപ്പറേഷൻ, ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കും എന്നുമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അതായത് എല്ലാ ദിവസവും നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളിലൂടെയാണ് നിങ്ങളുടെ ചാപ്റ്ററുകൾ കവർ ചെയ്യുക, നിങ്ങളുടെ സിലബസ് കവർ ചെയ്യുക. അപ്പോൾ ലൈവ് ക്ലാസ്സുകളിൽ ആക്ച്വലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം NCERT സിലബസ് ആണ് ബോർഡ് എക്സാമിനും അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്കും ഫോളോ ചെയ്യുന്ന സിലബസ് NCERT സിലബസ് ആണ്. അപ്പോൾ ആക്ച്വലി കണ്ടന്റിലോ അല്ലെങ്കിൽ കൺസെപ്റ്റുകളിലോ അല്ലെങ്കിൽ ടോപ്പിക്കുകളിലോ ഒന്നും ഒരു വ്യത്യാസവും ഈ രണ്ട് പരീക്ഷകളിലും ഇല്ല. ആകെ വ്യത്യാസമുള്ളത് ചോദിക്കുന്ന ചോദ്യങ്ങളിലെ ഡിഫറൻസ് ആണ്. പക്ഷെ പഠിക്കുന്ന കൺസെപ്റ്റ് ഒന്നാണെങ്കിലും ടെസ്റ്റ് ചെയ്യപ്പോൾ നമ്മുടെ സ്കില്ല് ഡിഫറൻ്റ് ആണ്. ഡിസ്ക്രിപ്റ്റീവായി മാത്രം ചോദ്യങ്ങൾ ചോദിക്കുന്ന അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം MCQs ചോദിക്കുന്ന ബോർഡ് എക്സാം പോലെയല്ല കോമ്പറ്റേറ്റീവ് പരീക്ഷകൾ എന്ന് പറയുന്നത്. കുറച്ചുകൂടി ഹയർ ലെവൽ നമ്മൾ ചിന്തിക്കുകയും ആ രീതിയിൽ നമ്മൾ ആൻസർ ചെയ്യപ്പെടുകയും ചെയ്യേണ്ട ഒരുപാട് ചോദ്യങ്ങളാണ് നോർമലി കോമ്പറ്റേറ്റീവ് പരീക്ഷകളിൽ ഉണ്ടാവുക, നീറ്റ് ആണെങ്കിലും ജെഇ ആണെങ്കിലും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കൺസെപ്റ്റ് പഠിപ്പിക്കുകയും ആ കോൺസെപ്റ്റിൽ നിന്ന് ബോർഡ് എക്സാമിന് എങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുക, അതേസമയം കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്ക് എങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് വളരെ കൃത്യമായി വളരെ വ്യക്തമായി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ലൈവ് ക്ലാസ്സുകളാണ് സൂപ്പർ കിങ്സ് ബാച്ച് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഈ ലൈവ് ക്ലാസ്സുകളിലൂടെ നമ്മൾ ആക്ച്വലി ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും, നിങ്ങളൊരു നീറ്റ് ആസ്പിരൻ്റ് ആണെങ്കിൽ ബയോളജിയുടെയും, അതല്ല നിങ്ങളൊരു ജെഇ ആസ്പിരൻ്റ് ആണെങ്കിൽ മാത്തമാറ്റിക്സിൻ്റെയും ക്ലാസ്സുകൾ നവംബറോടുകൂടി 2025 നവംബറോടുകൂടി നിങ്ങളുടെ +2 ടോപ്പിക്സ് കവർ ചെയ്യപ്പെടും. അതിനൊപ്പം പാരലായി +1 ടോപ്പിക്സ് കൂടി നിങ്ങൾക്ക് എടുത്തു തരും. ഓക്കെ, സോ പിന്നീടുള്ള സമയം എന്ന് പറയുന്നത് നമ്മുടെ റിവിഷൻ്റെ സമയമാണ്. അപ്പോൾ ഡിസംബറിൽ നമ്മൾ ഫുൾ നമ്മുടെ ബാക്ക്ലോഗ്സും അതുപോലെ തന്നെ ഇനി ഏതെങ്കിലും +1 ടോപ്പിക്സ് ബാക്കിയുണ്ടെങ്കിൽ ആ ടോപ്പിക്സിൻ്റെ റിവിഷനും +2 കഴിഞ്ഞു പോയ +2 സിലബസിൻ്റെ റിവിഷനും ഒക്കെ ആയിട്ട് ഡിസംബറിൽ നിങ്ങൾ ഫുള്ളി എൻഗേജ്ഡ് ആയിരിക്കും. ജനുവരി മുതൽ അങ്ങോട്ട് നിങ്ങളൊരു നീറ്റ് ആസ്പിരൻ്റ് ആണെങ്കിൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ, അതായത് നിങ്ങളുടെ +2 ബോർഡ് എക്സാം വരുന്നത് വരെയുള്ള സമയങ്ങളിൽ നീറ്റ് ആസ്പിരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം +2 ബോർഡ് എക്സാമിന് വേണ്ടിയുള്ള റിവിഷൻ്റെ സമയമാണ്. ഓക്കെ, അതേസമയം ജെഇ ആണ്, നിങ്ങൾ ഒരു എഞ്ചിനീയറിംഗ് ആസ്പിരൻ്റ് ആണ്, നിങ്ങളൊരു ജെഇ ആസ്പിരൻ്റ് ആണെങ്കിൽ ജനുവരിയിലാണ് നിങ്ങളുടെ ഫസ്റ്റ് ഫേസ് എക്സാം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസംബർ ജനുവരി മാസങ്ങളിൽ നിങ്ങൾക്ക് ജെഇ ഫസ്റ്റ് ഫേസ് എക്സാമിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളായിരിക്കും നിങ്ങൾക്ക് നൽകുക. അത് കഴിഞ്ഞാൽ ജനുവരിയിലെ ഫസ്റ്റ് ഫേസ് എക്സാം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളായിരിക്കും, റിവിഷൻ പ്രോഗ്രാമുകളായിരിക്കും സംഘടിപ്പിക്കുന്നുണ്ടാവും. അപ്പോൾ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഒരു ജെഇ ആസ്പിരന്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ബോർഡ് എക്സാമിന് വേണ്ടിയുള്ള റിവിഷൻ പ്രോഗ്രാമുകളായിരിക്കും. മാർച്ചോടുകൂടി നമ്മുടെ ബോർഡ് എക്സാം ഒക്കെ തീരും അല്ലേ. മാർച്ച് കഴിഞ്ഞാൽ പിന്നെയുള്ള സമയം നീറ്റ് ആസ്പിരന്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെയിലാണ് നോർമൽ നീറ്റ് എക്സാം ഉണ്ടാകുക 2026. അതുവരെയും നീറ്റിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ആൻഡ് ജെഇയെ സംബന്ധിച്ചിടത്തോളം മെയ് മാസത്തിൽ അല്ല, പകരം ഏപ്രിലായിരിക്കും നിങ്ങളുടെ ജെഇ ഫേസ് 2 എക്സാം ഉണ്ടാകുക. അപ്പോൾ ഏപ്രിൽ നടക്കാൻ പോകുന്ന ഫേസ് 2 എക്സാമിന് വേണ്ടിയുള്ള റിവിഷൻ പ്രോഗ്രാമുകളായിരിക്കും. ഏപ്രിൽ നടക്കുന്ന ഫേസ് 2 കൂടി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കോറിൻ്റെ ബേസിസിൽ നിങ്ങൾ അഡ്വാൻസിന് ക്വാളിഫൈഡ് ആണെങ്കിൽ പിന്നെ മെയ് മാസത്തിൽ നടക്കാൻ പോകുന്ന ജെഇ അഡ്വാൻസിൻ്റെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതാണ് ആക്ച്വലി ഒരു വർഷം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക, സർ ഇതിന് നമ്മളിങ്ങനെ ക്ലാസ്സുകൾ മാത്രം പോരാലോ, നമുക്ക് ഒരുപാട് വേറെയും കാര്യങ്ങളില്ലേ, കാരണം മികച്ച സ്റ്റഡി മെറ്റീരിയലുകൾ വേണം. തീർച്ചയായിട്ടും സോ സൈലം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുന്നത് എക്സ്പേർട്സ് തയ്യാറാക്കിയ ഏറ്റവും മികച്ച സ്റ്റഡി മെറ്റീരിയലുകളായിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അതിനൊപ്പം പരീക്ഷകൾ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? തീർച്ചയായിട്ടും അതെ. അതുകൊണ്ട് തന്നെയാണ് സൈലം സൂപ്പർ കിങ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വരുന്ന ഒരു വർഷം നിങ്ങളുടെ അവസാന പരീക്ഷ എത്തുന്നത് വരെയും നിങ്ങൾ എഴുതാൻ പോകുന്നത് ഒരുപാട് പരീക്ഷകളുണ്ട്. എണ്ണിയാൽ തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്രയും പരീക്ഷകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. സോ എക്സാം സീരീസുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഓരോ ചാപ്റ്റർ തീരുന്ന സമയത്തും സബ്ജക്ട് വൈസ് അസസ്മെന്റുകളുണ്ട്, അതുപോലെ തന്നെ മന്ത്ലി എക്സാമുകളുണ്ട്, ഗ്രാൻഡ് ടെസ്റ്റുകൾ, ഗ്രേറ്റ് ഇന്ത്യൻ ബാച്ചിൽ GIBകളുണ്ട്. അപ്പോൾ ഈ പരീക്ഷകളെല്ലാം ഇതിനെല്ലാം പുറമെ ആൾ ഇന്ത്യ ടെസ്റ്റ് സീരീസുകളുണ്ട് കേട്ടോ. അതായത് മൊത്തം ഇന്ത്യയിലുള്ള കുട്ടികൾ മാറ്റിവരയ്ക്കുന്ന ആൾ ഇന്ത്യ ടെസ്റ്റ് സീരീസുകളുണ്ട്. അപ്പോൾ ഈ പരീക്ഷകളെല്ലാം കഴിയുമ്പോൾ ഓരോ പരീക്ഷ കഴിയുമ്പോഴും ആക്ച്വലി നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ ഒരു ഐഡിയ കിട്ടും. എവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത്, നിങ്ങളുടെ ഒരു പൊസിഷൻ എവിടെയാണ്, ഇനി എത്രത്തോളം ഞാൻ ഇമ്പ്രൂവ് ചെയ്യണം, എവിടെയാണ് ഞാൻ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. സോ സൂപ്പർ കിങ്സ് ബാച്ചിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന എല്ലാ പരീക്ഷകളും നീറ്റ് അല്ലെങ്കിൽ ജെഇയുടെ അതേ ഫോർമാറ്റിലുള്ള അതേ പാറ്റേണിലുള്ള പരീക്ഷകളായിരിക്കും നിങ്ങൾ എഴുതുന്നുണ്ടാവുക. സോ ഈ രീതിയിൽ അടിപൊളിയായിട്ട് പഠിച്ച് നമുക്ക് 2026 +2 ബോർഡ് എക്സാമിനൊപ്പം തന്നെ നീറ്റ് ജെഇ പോലുള്ള ഓൾ ഇന്ത്യ കോമ്പറ്റേറ്റീവ് പരീക്ഷകൾ ക്രാക്ക് ചെയ്യാനും നിങ്ങളുടെ സ്വപ്നമായിട്ടുള്ള
എയിംസ് അല്ലെങ്കിൽ ജിപ്മർ അല്ലെങ്കിൽ IIT-കളിലോ NIT-കളിലോ പോലെയുള്ള പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അഡ്മിഷൻ ഉറപ്പുവരുത്താൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരില്ല, +2 ബോർഡ് എക്സാം കഴിഞ്ഞ് ഒരു വർഷം അതിനായിട്ട് മാറ്റിവെക്കേണ്ട യാതൊരു കാര്യവും നമുക്കില്ല. സോ ഇനിയും ആലോചിച്ച് നിൽക്കരുത്, അവസാന അവസരമാണ്. സൂപ്പർ കിങ്സ് 2.0 ബാച്ചുകൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. ഗംഭീരമായിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. ഞങ്ങളൊക്കെ നിങ്ങൾക്കൊപ്പമുണ്ട്. ഓൾ ദി ബെസ്റ്റ്.